ഫുട്ബോൾ പ്രേമികൾ മറക്കാത്ത കുറച്ച് ദിവസങ്ങളാണ് കടന്നുപോയത്. പ്രത്യേകിച്ചും ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി പോരാട്ടങ്ങൾ ഒരു ക്ലാസിക് എന്ന് തന്നെ വിളിക്കാവുന്ന നിലവാരം പുലർത്തി. ഇനി ചാമ്പ്യൻസ് ലീഗിൽ ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. ജൂൺ 1 നടക്കുന്ന പോരാട്ടത്തിൽ ഇന്റർ മിലാനും PSG-യും ഏറ്റുമുട്ടും. നമ്മൾ ഈ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങുന്നതിന് മുമ്പായി നമ്മൾ ഇതുപോലെ ഇരുന്നിരുന്നു. അതിനുശേഷം ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഘട്ട സമയത്ത് ഇരുന്നു, പിന്നീട് ക്വാർട്ടറിന് ശേഷം ഇരുന്നു. ഇപ്പോൾ നമ്മൾ സെമിക്ക് ശേഷം വീണ്ടും ഒരു ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് കരുതുന്നത്. നമ്മുടെ സ്ഥിരം അതിഥി തന്നെയായിട്ടുള്ള ശ്രീ ദിലീപ് പ്രേമചന്ദ്രനാണ് ഇന്നും നമ്മോട് കൂടെ ഉള്ളത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുട്ബോൾ മത്സരം കാണുക എന്ന് പറഞ്ഞാൽ നമ്മളതൊരു സിനിമ കാണുന്നത് പോലെ തന്നെയാണ്. ഓരോരുത്തരും കണ്ട ചിത്രങ്ങൾ വേറെയായിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാകും. നമുക്ക് ഇഷ്ടപ്പെട്ട പെർഫോമൻസുകൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ ചേരുമ്പോഴാണ് ഈ ഒരു ചർച്ച പൂർണ്ണമാകുക എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വാഗതം ശ്രീ ദിലീപ് സാർ. നമുക്ക് ഇന്നലത്തെ PSG ആഴ്സണൽ മത്സരത്തിൽ തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു. ആഴ്സണൽ സത്യം പറഞ്ഞാൽ നന്നായി കളിച്ചിരുന്നു. ഒരു ജയം ഡിസേർവ് ചെയ്ത ടീമായിരുന്നു. എന്നാൽ PSG-യും അതുപോലെ തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും ഞെട്ടിച്ച ടീമുകളൊന്നാണ് PSG. ഇന്നലത്തെ ഒരു ആഴ്സണൽ PSG മത്സരത്തിൽ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ആർട്ടറ്റ പറഞ്ഞിട്ട് ഞങ്ങളാണ് യൂറോപ്പിൽ ഞങ്ങളുടെ നിന്ന് നല്ലൊരു ടീമിനെ ഞാൻ കണ്ടിട്ടില്ല യൂറോപ്പിലെന്ന്. പക്ഷെ അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഫുട്ബോൾ ലൂയിസ് എൻറിക്കെ വളരെ മയത്ത് പറഞ്ഞു, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവസാനം ആരേറ്റവും അധികം ഗോൾ അടിക്കണോ അവരാണ് ജയിക്കുക. ആഴ്സണലിന് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ 2 ലെഗിലും PSG അവർക്ക് കിട്ടിയ ചാൻസ് എല്ലാം ഒന്നും കൺവേർട്ട് ചെയ്തില്ലെങ്കിലും നല്ല ചാൻസ് കുറേ കൺവേർട്ട് ചെയ്തു. ആഴ്സണൽ ഇന്നലത്തെ ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ ഡെക്ലൻ റൈസിൻ്റെ ഹെഡറും അവസാനം സാക്കയുടെ മിസ്സും അങ്ങനത്തെ ചാൻസൊക്കെ പാഴാക്കി കഴിഞ്ഞാൽ യൂറോപ്പിൽ ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർക്കൊരു സ്ട്രൈക്കർ ഇല്ലാത്തത് ഇന്നലെ ശരിക്കും അറിഞ്ഞു തോന്നുന്നു ആഴ്സണലിൽ. അതെ, അത് ഈ സീസൺ മുഴുവൻ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. നമ്മളെന്നല്ല എല്ലാവരും അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പം ഇന്നലത്തെ കളിയിൽ പലതവണയും സാക്ക റൈറ്റിന്നും മാർട്ടിനെല്ലി കുറച്ച് കുറവായിരുന്നു. എന്നാലും മാർട്ടിനെല്ലി 2-3 തവണ ബോക്സ് കയറിയപ്പോൾ നോക്കുമ്പോൾ ക്രോസ് കൊടുക്കാൻ ആരും ഇല്ല അവിടെ. സാക്ക 2-3 നല്ല ഉഗ്രൻ ലോ ക്രോസ് ഇടും ചെയ്തു ആദ്യത്തെ പകുതിയിൽ. അപ്പോൾ അവിടെ എത്താൻ ആരുമില്ല. നേരെ തിരിച്ചിപ്പോൾ ലിവർപൂളിൻ്റെ കളി നോക്കിക്കഴിഞ്ഞാൽ സാല അങ്ങനെ ഒരു ക്രോസ് ഇടുമ്പോൾ അവിടെ ഗാക്പോ അല്ലെങ്കിൽ ലൂയിസ് ഡിയാസ് ഉണ്ടാവും അത് ഫിനിഷ് ചെയ്യാൻ. അപ്പം അതില്ലാത്തൊരു ഇത് ശരിക്കും അറിഞ്ഞു ഇന്നലെ. നമ്മൾ പൊതുവെ പറയാറുണ്ട് യൂറോപ്പിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ്. അതുപോലെ തന്നെ ഒരു ടോപ്പ് 5-ലെ ഏറ്റവും മോശം ലീഗ് ഫ്രഞ്ച് ലീഗാണെന്ന് നമ്മൾ പറയാറുണ്ട്. അവരെ പരിഹസിക്കാറൊക്കെയാണ്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഫ്രഞ്ച് ലീഗിലെ ക്ലബ്ബായിട്ടുള്ള PSG, പ്രീമിയർ ലീഗിലെ മുൻനിര ക്ലബ്ബുകളെല്ലാം തോൽപ്പിച്ചു. ലിവർപൂളിനെ തോൽപ്പിച്ചു, ആഴ്സണലിനെ തോൽപ്പിച്ചു, ആസ്റ്റൺ വില്ലയെ തോൽപ്പിച്ചു. ഇപ്പോൾ എൻട്രിക്ക് തന്നെ ഇന്നലെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഫാർമേഴ്സ് ലീഗ് അല്ലേ എന്ന് പരിഹാസ രൂപത്തിൽ പറയുകയും ചെയ്തു. അങ്ങനെ PSG-യുടെ ഒരു മുന്നേറ്റത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? PSG ഇപ്പോൾ ഒന്നാമത് PSG-യും ഫ്രഞ്ച് ലീഗുമായിട്ടൊരു ബന്ധമില്ല എൻ്റെ അഭിപ്രായത്തിൽ. അവർ വേറെ തന്നെ ഒരു ലെവലിലാണ് കളിക്കേണ്ടത് ബാക്കി ഫ്രഞ്ച് ടീമുകളെ അപേക്ഷിച്ച്. പക്ഷേ ആ ടീമിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഈ ഖത്തറിന് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 15 കൊല്ലമാവാനായി. അതിലൊരു 13 കൊല്ലം അവർക്ക് ആകെ ഈ താരങ്ങളെ വാങ്ങി ജയിക്കാൻ നോക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു. അത് മാറിയതിന് ശേഷമാണ് ഈ ലൂയിസ് എൻറിക്കയുടെ കോച്ചിങ്ങിൽ മുന്നേറാൻ തുടങ്ങിയിട്ടുള്ളത്. എൻറിക്കയ്ക്ക് പണ്ടേ ആ സ്റ്റാർ കൾച്ചർ ഇഷ്ടമല്ലാത്തൊരു കോച്ചാണ്. അപ്പോൾ ഈ ടീം ഇന്നലത്തെ കളി നോക്കിക്കഴിഞ്ഞാൽ പൊസിഷൻ ആഴ്സണലിനായിരുന്നു അധികം, നല്ല ചാൻസുകൾ അധികം ആഴ്സണലിനായിരുന്നു. പക്ഷേ ഇവർ ഫ്രണ്ട് തൊട്ട് ഡിഫെൻഡ് ചെയ്യും എല്ലാ കളിക്കാരും. ക്വാരറ്റ്സ്കേലിയൊക്കെ പലപ്പോഴും ലെഫ്റ്റ് ബാക്കിൽ നിന്നാണ് സാക്കയൊക്കെ തടയാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ടീമാണ്. അതുകൊണ്ട് അർഹിച്ച് ജയിച്ചതാണ് ലിവർപൂളിൻ്റെ എതിരെ, വില്ലയുടെ എതിരെയും ആഴ്സണലിൻ്റെ എതിരെയും എൻ്റെ അഭിപ്രായത്തിൽ അർഹിച്ച ജയം തന്നെയായിരുന്നു. അതുപോലെ നമ്മൾ എൻട്രിക്കെ കുറിച്ച് പറയുമ്പോൾ എൻട്രിക്കെ PSG-യിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തായിരിക്കും? പ്രത്യേകിച്ച് നമുക്കറിയാം എൻട്രിക്കെ എന്ന് പറയുന്ന ഒരു 2 വർഷം മുമ്പ് നോക്കിയാൽ ഇപ്പോൾ ലോകകപ്പിൽ സ്പെയിനിൽ നിന്നും ഒരു നാണംകെട്ട തോൽവിക്ക് ശേഷം ഒരു അപമാനത്തിനായി മടങ്ങിയ ഒരു എൻട്രിക്കയാണ്. പിന്നീട് അദ്ദേഹം PSG-യിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ റെവല്യൂഷൻ എന്ന് വിളിക്കാവുന്ന ഒരു നേട്ടങ്ങളാണ് അവിടെ നേടുന്നത്. എങ്ങനെയാണ് ആ ഒരു ടീമിൽ അദ്ദേഹം കുറേ കളിക്കാരെ നന്നാക്കിയിട്ടുണ്ട്. അത് ഡെംബെലയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. ഡെംബെലെ ഡോട്ട്മണ്ടിൽ വളരെ നന്നായി കളിച്ചിരുന്ന ചെറുപ്പക്കാരൻ ബാഴ്സലോണയിൽ എത്തിയപ്പോൾ അതെന്താ പറ്റിയെന്ന് അറിയില്ല. ആ ക്ലബ്ബിൽ തന്നെ ആ സമയത്ത് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആരും ഒരു വലിയൊരു കളിക്കാരനായി കരുതിയിട്ടുണ്ടായിരുന്നില്ല ബാഴ്സലോണ വിടുമ്പോൾ. അതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സീസണിൻ്റെ ബലോൺ ഡോറൊക്കെ അടിക്കാൻ നല്ല സാധ്യതയുള്ള കളിക്കാരന് ആ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ അവർ മിഡ്ഫീൽഡ് 3 പേര്, ഫാബിയൻ റൂയിസ്, ജാവോ നെവസ്, വിറ്റീനിയ, ഇവരെ പ്രസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. 3 പേരും വളരെ കംഫർട്ടബിളാണ് ബോളായിട്ട്. അതേപോലെ ഡിഫൻഡേഴ്സും ഹക്കീമിയും ന്യൂനോ മെൻഡസും ഈ സാലയുടെ എതിരെയും സാക്കയുടെ എതിരെ ഏറ്റവും നന്നായി കളിച്ച് കണ്ടിട്ടുള്ളൊരു കളിക്കാരൻ ന്യൂനോ മെൻഡസ് ആണ് ലെഫ്റ്റ് ബാക്കിൽ. അപ്പം അങ്ങനെ പല നല്ല കളിക്കാരുണ്ട്, ആ ക്വാളിറ്റി ഉണ്ട്. പിന്നെ വളരെ ഒരു ശാന്തതയോടുകൂടി അവർക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നലത്തെ ആദ്യത്തെ 10 മിനിറ്റിൽ പല ടീമുകളും പതറിപ്പോവായിരുന്നു. അങ്ങനെയാണ് ആഴ്സണൽ അറ്റാക്ക് ചെയ്തത് അവർ. പക്ഷെ അത് ഡോണറുമ ഒരു ഇഞ്ചുറി പോലെ അവിടെ കിടന്നു 2 മിനിറ്റ് ഒരു സേവിന് ശേഷം. ഒരു ടീംമേറ്റ്സിനോട് പറഞ്ഞു, അനി നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് കളിക്കുക, അതിനു വേണ്ടി കിടന്നതാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും.